ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനത്തിൽ 5:17 പറയുന്നു, ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യൻ. ആമേ. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തന പരിശുദ്ധ പിതാവേ, ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരും നിന്നാൽ അനുഗ്രഹം പ്രാപാൻ, അവിടെ ജീവിതത്തിൽ കഷ്ടതയുടെ മധ്യേ ദൈവത്തിന് വേണ്ടി പിടിച്ചു നിന്ന് ഓടുവാൻ അവിടുന്ന് സഹായിക്കണമേ. നിൻ്റെ ശക്തിയും ബല ആരോഗ്യം കൊടുക്കണമേ. രോഗത്തോട് ഭാരത്തോടെ ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരും വിടുതലും സൗഖ്യവും അത്ഭുതങ്ങൾ പ്രാപാൻ അവിടുന്ന് സഹായിക്കും. അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ. വചനം ഇങ്ങനെ പറയുന്നു, ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ദൈവത്തോട് 3.5 വർഷക്കാലം ആകാശത്തെ അടയ്ക്കുവാൻ, മഴ പെയ്യിപ്പിക്കാതിരിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവൻ്റെ അപേക്ഷ കേട്ട് ദൈവ പ്രകൃതി മണ്ഡലത്തെ അടയ്ക്കുന്നു. ഈ വാക്കാലം പറയട്ടെ, ഈ ശക്തനായ ദൈവാസൻ കഷ്ടത വന്നപ്പോൾ കഷ്ടതയുടെ മധ്യേ ദൈവത്തോട് ചോദിക്കുക, എൻ്റെ പ്രാണനെ എടുക്കണമേ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ദൈവത്തോട് ഇതല്ലേ ചോദിക്കുന്നത്? എന്തിനാ എൻ്റെ ജീവിതം ശേഷിപ്പിച്ചത് കർത്താവേ? എൻ്റെ പ്രാണനെ എടുക്കണമേ. എനിക്ക് ജീവിക്കുന്നതിനേക്കാൾ മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ളവനാ. ആഹാബിനോട് ചെന്ന് ശക്തമായി 3.5 വർഷക്കാലം മഴ പെയ്യത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ ദൈവം മഴയെ പെയ്യിപ്പിക്കുന്നില്ല, മഞ്ഞും പൊങ്ങുന്നില്ല. ഈ വാക്കാലം പറയട്ടെ, ഒരു മനുഷ്യൻ്റെ വാക്കിന് ദൈവം അത്ര ശക്തിയോടെ പ്രകൃതി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു. വേദപുസ്തകം പറയുന്നു, ഏലിയാവ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങപ്പെട്ട ശക്തമായ അഭിഷിക്തനാ, ശക്തനായ പ്രവാചകനാ. 7 അത്ഭുതങ്ങൾ ശക്തമായി ദൈവത്തിന് വേണ്ടി ചെയ്തവനാ. പക്ഷേ കഷ്ടത വന്നപ്പോൾ ദൈവത്തോട് കരയുക, എൻ്റെ പ്രാണനെ എടുക്കണമേ, എൻ്റെ ജീവനെ എടുക്കണമേ. ഞാൻ പിതാക്കന്മാരെ പോലെ അത്ര നല്ലവനല്ല എന്ന് ദൈവത്തോട് ചോദിക്കുന്നു. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മെപ്പോലെ സമസ്വഭാവമുള്ളവനെന്ന് പറഞ്ഞത്. ആഹാബിൻ്റെ ഭാര്യ, അതായത് 3.5 വർഷത്തിന് ശേഷം ആഹാബിൻ്റെ അടുക്കൽ ഏലിയാവ് ചെന്ന്, എൻ്റെ ദൈവമോ നിൻ്റെ ദൈവമോ ഒന്ന് നോക്കാം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ബാലിൻ്റെ 850 പ്രവാചകന്മാരെ വിളിക്കുക. ഇവർ ഹല്ലേലൂയ അവരുടെ ദൈവത്തോട് യാഗം നടത്തുവാൻ വേണ്ടി അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉച്ചവരെയും തീയിറക്കുവാൻ ശ്രമിക്കുന്നു. ഒന്നും നടക്കുന്നില്ല. ഈ വാക്കാലം പറയട്ടെ, ജീവനില്ലാത്ത പലതിനും നീ സേവിച്ച് നിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ്, കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് രക്ഷ പ്രാപിക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുമോ? ഇവിടെ വേദപുസ്തകം പറയുന്നു, ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നിലവിളിച്ചു നോക്കി, ഒന്നും ബാലിൻ്റെ ഹല്ലേലൂയ ബാൽ ഉത്തരമല്ലിയില്ല. ഏലിയാവ് പറയാണ്, നിങ്ങളുടെ ദൈവം പുറത്തെവിടെയെങ്കിലും പോയിരിക്കുകയായിരിക്കാം, ഉറക്ക നിലവിളിക്ക്. അവരുടെ കരങ്ങളിൽ ഹല്ലേലൂയ രക്തത്തെ, അതായത് കരങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് രക്തം കൊണ്ട് അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കി. അവിടെ ഒന്നും നടന്നില്ല. എന്നാൽ ദൈവത്തോട് ഏലിയാവ് യാഗപീഠത്തെ ക്രമീകരിച്ചതിന് ശേഷം 12 കല്ലുകൾ എടുത്തു വച്ച് യാഗപീഠം ക്രമീകരിച്ച് അതിൽ ഒരു തോടുണ്ടാക്കി. ഇപ്പോൾ യാഗവസ്തു വെള്ളത്തിലാണ് കിടക്കുന്നത്. എന്നാൽ ഏലിയാവ് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ, ഈ ജനം ജീവനുള്ള ദൈവം ആരെന്ന് തിരിച്ചറിയണം.
നീ അത്ഭുതം ചെയ്തേ പറ്റുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആകാശത്തുനിന്ന് തീയിറങ്ങി യാഗപീഠം ദഹിക്കുന്നു. തീർന്നുപോയില്ല. ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് 850 പ്രവാചകന്മാരെ 850 പേരെ ബാൽ പ്രതിഷ്ഠകളെ പ്രതിഷ്ഠിച്ച 400 പേരെയും 450 പ്രവാചകന്മാരെയും ഒറ്റയ്ക്ക് കൊന്നൊടുക്കുന്നു. ആഹാബിൻ്റെ ഭാര്യ ഏലിയാവിനോട് പറയുക, അടുത്ത ദിവസം നിന്റെ പ്രാണൻ ഇതുപോലെ ആകുമെന്ന് പറയുമ്പോൾ ഇവൻ മരിക്കുവാൻ വേണ്ടി ഓടുകയാണ്. ദൈവമേ, എൻ്റെ പ്രാണനെ എടുക്കണമേ, എൻ്റെ ജീവനെ എടുക്കണമേ. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ഇതുപോലെയല്ലേ അപേക്ഷിക്കുന്നത്, ഇതുപോലെയല്ലേ ചോദിക്കുന്നത്. എന്നാൽ ജീവനുള്ള ദൈവം ഒരിക്കലും നിന്നെ അനാഥനായി തള്ളുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആഹാബ് മരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക. എന്നാൽ ദൈവം അവനെ വീണ്ടും അടുത്ത് ഉയർത്തി ശുശ്രൂഷയുടെ കരങ്ങൾ എടുത്ത് ഉപയോഗപ്പെടുത്തുക. ഇസ്രായേലിൻ്റെ രാജാവായി യേഹൂവിനെ നിയമിക്കുന്നു. അടുത്ത പ്രവാചകനായി എലീശയെ നിയമിക്കുന്നു. ഈ വാക്കാൽ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നീ ചിന്തിക്കും, എൻ്റെ ശുശ്രൂഷ തീർന്നു, എൻ്റെ ജീവിതം അവസാനിച്ചു, ഇത്ര തന്നെയെന്ന് നീ സ്റ്റോപ്പിടുമ്പോൾ ഞാൻ പരിശുദ്ധമ വിളിച്ചു പറയാം, നിൻ്റെ സ്റ്റോപ്പിൽ നിന്ന് തുടങ്ങുന്നവനാ ദൈവം. യോഹന്നാൻ്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ ഹാലല്ലേ ദൈവത്തിന് പ്രിയനായ ലൂക്കോസിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് പ്രിയനായ ഒരു മനുഷ്യൻ മരിക്കുകയായ ലാസർ. മാർത്തയുടെ മറിയയുടെ ഭവനം വിലാപ ഭവനമായി. അവരെല്ലാവരും പ്രതീക്ഷിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ യേശു കർത്താവ് വരുന്നത് 4-ാം ദിവസമാണ്. നിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന സ്ഥാനത്താ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഏലിയാവ് പറഞ്ഞു, എൻ്റെ പ്രാണനെ എടുത്താൽ മതി, കൊള്ളാമായിരുന്നു എന്ന്. എന്നാൽ ഏലിയാവിൻ്റെ ശുശ്രൂഷ ദൈവം പൂർത്തീകരിച്ചതിന് ശേഷം സ്വർഗത്തിൽ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ വാക്കാലം പറയട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവേദന് കഷ്ടതയുണ്ടെങ്കിലും ഉയർച്ചയുണ്ട്. കഷ്ടതയുടെ മധ്യേ അവൻ കഷ്ടതയെ ചവിട്ടുപടിയായി നിൽക്കുകയാണെങ്കിൽ ഉയർച്ച നൽകും. ഈ വാക്കാലം ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുമോ? നിൻ്റെ ജീവിതത്തിൽ രോഗമാകാം, നിൻ്റെ ജീവിതത്തിൽ ഭാരമാകാം, നിൻ്റെ ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ച് നീ ലാസ്റ്റ് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ വാക്കാലം ദൈവത്തിൽ ആശ്രയിച്ചാൽ നിൻ്റെ ജീവിതത്തെ പണിയുന്നവനാ, നിൻ്റെ ജീവിതത്തെ പുറത്തു കൊണ്ടുവരുന്നവനാ. ഒരിക്കലും വഴിയിൽ വെച്ച് തള്ളിപ്പോകുന്നവനല്ല നമ്മുടെ ദൈവം. തൻ്റെ പ്രാണനെ 2024 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരിയിലൂടെ പരമയാഗമാക്കിയ ദൈവം നിൻ്റെ ജീവനെ കാത്ത് പരിപാലിക്കുവാനാ, നിന്നെ നിത്യമായ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാ. പ്രിയ സ്നേഹിത, ഇന്ന് വരെ നീ യേശു കർത്താവിനെ അറിയാത്ത വ്യക്തിയായിരിക്കാം. ഈ വാക്കാലം യേശുവിന് വേണ്ടി നിൻ്റെ ജീവിതം സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ പണിയും, നിന്നെ പൊന്നുപോലെ പുറത്തെടുക്കും. കഷ്ടതയാവട്ടെ, പട്ടിണിയാവട്ടെ, പരിതാപമാവട്ടെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നിൻ്റെ എല്ലാ ജീവിതത്തിലും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവശക്തനാ. ഏലിയാവ് നമ്മെപ്പോലെ സമസ്വഭാവമുള്ളവനാ. അവൻ ശക്തനായ പ്രവാചകനായിരുന്നുവെങ്കിലും ദൈവത്തോട് കഴിയുക, എൻ്റെ പ്രാണനെ എടുക്കുക, എൻ്റെ പ്രാണനെ എടുക്കണമേ. ദൈവം എടുത്തില്ല, മറിച്ച് ദൈവശക്തമായ ശുശ്രൂഷയിൽ കരങ്ങൾ എടുത്തു ഉപയോഗപ്പെടുത്തി. ഈ വാക്കാലം ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനും അപരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ ഈ വചനം ശ്രവിച്ച ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇവിടെ രോഗങ്ങൾ, ഭാരങ്ങൾ, നിരാശകളെല്ലാം നസ്രനായ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, കഷ്ടതയിലൂടെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ പ്രാണനെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കുക. അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ആമേ.